ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കുവാണ്. അടിമാലിയിലാണ് കേട്ടോ വീട്. അപ്പം എന്താണ്, ഞങ്ങൾ ഇന്നലെ അവിടുന്ന് രാത്രി ഇറങ്ങിയതാണ്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നൊരു ഫുൾ വീഡിയോ എടുക്കാം. ഞങ്ങൾ അടുത്ത് പൊന്മുടിയിലൊക്കെ പോകുന്നുണ്ട്. അതെ, മൂന്നാർ പൊന്മുടി അവിടെ ഞങ്ങൾ പോകുന്നുണ്ട്. എന്തിനാന്ന് ചൂണ്ടയിടാനാ പോകുന്നത്. അപ്പൊ അതിനൊക്കെ പോകുന്നുണ്ട്. ചേച്ചി 2 പിള്ളേരാണുള്ളത്. ദേണ്ടേ പോയി ഗൈസ്. അപ്പൊ നമുക്ക് വീഡിയോ എല്ലാം കാണാം. ഫുൾ വീഡിയോ ഞങ്ങൾ പോകുന്നൊക്കെ കാണാം. എല്ലാം ഇതിൽ ഉൾപ്പെടുത്തും. പിന്നെ ഞങ്ങള് മാത്രല്ല, വിനീത ഞങ്ങളുടെ വന്നിട്ടുണ്ട്. പിന്നെ എന്റെ രണ്ടാമത്തെ ചേച്ചി വന്നിട്ടുണ്ട്. കേട്ടോ, അവക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വരാൻ പറ്റിയില്ല. ചേച്ചിക്ക് വരാൻ പറ്റില്ല. പിന്നെ ചേച്ചിക്ക് നാളെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഇതേ കുഞ്ഞാപ്പു ഞങ്ങളെ ഒരു ഹായ് പറഞ്ഞു. കുഞ്ഞാപ്പു കുഞ്ഞാപ്പു ഇച്ചിരി നാണമൊക്കെയാണ്. ഇതാണ് രണ്ടാമത്തെ ആള്, ഹെവ്ന എന്നാണ് പേര്. പിന്നെ ഇച്ചിരി ഹായ് പറഞ്ഞേ. ഹെവ്ന. ദേ കുഞ്ഞാപ്പു കുഞ്ഞാപ്പു ഹൃത്തിക്, അവന്റെ പേര് ഹൃത്തിക്. ഇതേ നമ്മുടെ വിനീത മോള്. യൂട്യൂബിലാണ്. പറഞ്ഞേ, ഇതാണ് കുഞ്ഞാപ്പു. യെസ്. അപ്പൊ നമ്മള് ചിന്നാറില് ബീഫ് മേടിക്കാൻ വന്നേക്കുവാണ്. പിള്ളേർ വണ്ടി വന്നു. ഞങ്ങൾ 4 പേരും കൂടെ വന്നത്. ഇവിടെ രാവിലെ ബീഫിന്റെ പരിപാടികൾ നടത്തുവാണ്. ഇന്ന് നമ്മൾ ഇതേ സിന്താമ തുടങ്ങിന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാടി നമ്മള് കപ്പ കഴുകാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് കപ്പ ബിരിയാണി. എന്നെ പെടുത്തണ്ടെന്ന് പറഞ്ഞോണ്ട് ഇതേ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇതേ ഡെഞ്ചം ചോക്കി ചോക്കി തിന്നോണ്ടിരിക്കുവാണ്. ഇതേ നമ്മുടെ ബിരിമോള് കുഞ്ഞാപ്പു. ഞങ്ങളുടെ ദേഹത്തൂടെ എല്ലാം കിടന്ന് രാവിലെ മാറി ഞങ്ങൾ എഴുന്നേപ്പിച്ചു. അപ്പൊ എല്ലാരും പണി നടക്കട്ടെ. ചേച്ചി വരാട്ടോ. ഇവിടെ രഞ്ജും വലിയ പണിയാണ്. അരിയാവെന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. കണ്ണു നിറയുന്നുണ്ടോടി. കപ്പ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ചേട്ടൻ സാഹസികമായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കപ്പയൊക്കെ അതിന്റെ മുകളിൽ കൂടെ ഒക്കെ വന്ന് അതിന്റെ പുറത്തോടെ എല്ലൊക്കെ ഇളക്കങ്ങോട്ട് ചൂടായതുകൊണ്ട് ഇച്ചിരി പാടാണ്. എല്ലാ സിനിമയെല്ലാം നോക്കി നിൽക്കുവാണ്. ഇതേ മണി ഇത് ഇളക്കി ഒരു പരുവാകുമ്പോൾ ഞങ്ങളിപ്പോൾ കഴിച്ചിട്ട് പൊന്മുടിയിലോട്ട് ഇറങ്ങുവാണ്. അവിടെ മീൻ പിടിക്കാൻ പോവാണ്. അവിടെ മീൻ പിടുത്തം കാണിച്ചു തരാം ഗൈസ്. സെറ്റ് സെറ്റ് സെറ്റ്. രഞ്ജു എങ്ങനെ ഉണ്ടീ കപ്പ ബിരിയാണി? അവള് കഴിച്ചു തുടങ്ങിയിട്ടില്ല. സുന്ദമ്മ കഴിക്കടി, ഞാൻ കഴിക്കാൻ പോവാ. പൊന്ന എങ്ങനെയുണ്ട് കപ്പ ബിരിയാണി? അടിപൊളി, സൂപ്പർ. കുഞ്ഞാപ്പൂ ചേട്ടൻ ഇവിടെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ കഴിച്ചിട്ട് നേരെ പൊന്മുടി വെച്ച് കാണാം. ഇതൊന്ന് ഓഫാക്കി.
ഞങ്ങളെല്ലാരും ഇറങ്ങി നടക്കുവാണ്. ഇതേ പുറകെ ഒരാൾ ഓടി വരുന്നുണ്ട്. വിനീതമോള് ഉണ്ണിക്ക് ചെറിയ പനി പിടിച്ചു. ഇന്നലെ കാറ്റടിച്ച് വന്നതിന്റെ ബസ്സില്. ഞങ്ങളെല്ലാരും ഈ വണ്ടിക്കാണ് പോകുന്നത്. ഇനി 12 മണി കഴിഞ്ഞു, ലേറ്റായി. പക്ഷെ കുറച്ച് ലേറ്റായിട്ട് മീൻ പിടിച്ചാലേ കിട്ടത്തുള്ളൂ. എന്റെ 3ാമത്തെ ചേച്ചിയാ ആകെപ്പാടെയുള്ളു. നമ്മളിത് പൊന്മുടിക്ക് പൊക്കോണ്ടിരിക്കും കേട്ടോ. നോക്കൂ ഇഞ്ചി നോക്കൂ. സിപ്പം എല്ലാരും സിപ്പ് കുടിക്കണേ. ചേട്ടനെങ്ങനെ കാണിച്ചു ചേട്ടൻ വണ്ടി ഓടിക്കുന്നു. മാസ് 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 സീതാമ ഇരിക്കുന്നു. നമ്മുടെ പൊന്മുടി എത്തി കേട്ടോ. നമ്മള് പൊന്മുടിയിൽ നിന്ന് ഇതേ താഴോട്ട് പോവാണ്. ചേട്ടായി വണ്ടി പറക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ബൈക്കും കാര്യങ്ങളും ഒക്കെ വേറെ കിടപ്പുണ്ട്. ഇതേ എന്തെങ്കിലും കുറച്ച് കവറും സാധനങ്ങളുണ്ട്. കുഞ്ഞാപ്പൂ ഇവിടെ കിടന്നത് താജിറ്റേ എന്ന് പറയുക. കുഞ്ഞാപ്പൂ ഇത് പിള്ളേർക്കുള്ളതല്ല. ദേ അവിടെ വരെ ഇറങ്ങി പോന്നുണ്ടോ യേശു. ദേ ഓക്കെ എറിഞ്ഞോ. മീൻ പിടിക്കുന്നുണ്ട്. ഒരു ഫ്ലോയിൽ അങ്ങനെ നിൽക്കുവാണ്. നീ പോകോ കട്ട് ചെയ്തിട്ടാ? കട്ട് ചെയ്യണോ? വളരെ സാഹസികമായി ഇത്രയും പേര് മീൻ പിടിച്ചിട്ടും കിട്ടാതെ രേശു പിടിച്ചിട്ട് കിട്ടിയിരിക്കുന്നു. ഒരു മീൻ നോക്ക്. എന്ത് ചെയ്യാനൊക്കെ ഞാൻ ഒരു മീൻ പിടുത്തക്കാരായി പോയി. രേശുലൊന്നും ഒന്നും അല്ല. അതുണ്ടോ ജിയാദേ കിട്ടിയ മീന് എത്ര കൂടെ ഉണ്ട്? അത് തരുവോ? കുറെ നേരമായിട്ട് ഞങ്ങൾ മീൻ പിടിച്ചോണ്ടിരിക്കുവാണ്. 2 കിട്ടുള്ളൂ. പക്ഷെ ഒരു പാമ്പിനെ കണ്ടപ്പോ എല്ലാരും കേറി. മെയിൻ പേടിപ്പിക്കുന്ന താരം നിൽക്കുന്നു. വിഷമുണ്ട്. മീനൊന്നും കിട്ടിയില്ല. എന്നാലും പക്ഷെ എനിക്കൊരെണ്ണം കിട്ടി കേട്ടോ. നിങ്ങൾ കണ്ടല്ലേ? പക്ഷെ എനിക്ക് കിട്ടിയില്ല. രഞ്ജു ഒക്കെ ഭയങ്കര പരിശ്രമമാണ്. എന്നെ കഴിഞ്ഞ് ഒരു മീനും കൂടെ കിട്ടണമെന്നൊക്കെ പറഞ്ഞ് മീൻ പിടിക്കേ. ഞങ്ങൾ പാർക്കിലോട്ട് പോണേ. പാർക്കിലോട്ട് അതായത് പൊന്മുടി പാർക്കിലേക്ക് പിള്ളേർക്ക് കളിക്കാൻ. നമ്മളെങ്ങോട്ടാ പോന്നേ? അപ്പൊ ഞങ്ങള് മീനൊക്കെ പിടിച്ച് തിരിച്ചു പോവാണ്. ദിവസത്തുണ്ട എല്ലാം അടിയിലും മടി കയറിയിരിക്കുന്നു. ചൂണ്ടയൊക്കെ പിടിച്ച് ചൂണ്ടക്കുളത്തൊക്കെ കയ്യിലൊക്കെ കൊണ്ട് കയറി അടിപൊളി. നൈറ്റായി ഈ ഒരു ഈവനിങ് ഒരു 6 മണിയൊക്കെ ആയി. ഫിഷ് ഹണ്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അതെ, ഫിഷ് ഹണ്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്നിട്ടപ്പോ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ പോയിട്ട് വന്നു. ഇനി ഇവിടെ കുളിച്ച് എനിക്കിനി കുളിക്കണം. ഉണ്ണി ഇതേ കിടക്കുന്നു. വിനീതമോളും ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾക്ക് നാളെ രാവിലെ 5:15 ബസ്സിന് പോണം. അപ്പം രാവിലെ എണീക്കണം. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.